കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ UAE ബീച്ച് ലവേഴ്സിന് ഒരു കിഡിലും സ്പോട്ട് പരിചയപ്പെട്ടാലോ? ഒട്ടും ക്രൗഡൊന്നും അല്ലാതെ വളരെ കാം ആൻഡ് നീറ്റ് ആയ ഒരു ബീച്ച്. വള്ളിച്ചെടികളൊക്കെ പടർന്നു പിടിച്ചിട്ടുള്ള കടൽഭിത്തിക്ക് പുറമെ കുറച്ച് തെങ്ങും മരങ്ങളൊക്കെ ആയിട്ട് ചെറിയ പച്ചപ്പും നല്ല നീല നിറത്തിലുള്ള കടലും ബാക്കിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന മലകളും ക്ലൈമറ്റ് നല്ലതായോണ്ട് എപ്പോഴും നല്ല തണുത്ത കാറ്റും ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉസ്താദോട്ടിലെ പാട്ടും ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച്. പിന്നെ ഇഷ്ടം പോലെ സീറ്റിങ്ങും ടേബിളും എന്തിന് ഊഞ്ഞാലടി വരെ ഫുഡ് കഴിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അത് മാത്രല്ല ഊഞ്ഞാലുകൾ വേറെ ഒരുപാടുണ്ട്. പൂക്കളുള്ള ഹാർട്ട് ഷേപ്പില് നീളത്തില് വുഡൻ സ്റ്റൈലില് വേറെ. അധികം ക്രൗഡൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഇഷ്ടം പോലെ കടലും ആസ്വദിച്ച് ഊഞ്ഞാലാടാ. ഇനി ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെന്നല്ലേ? അത് പറയുന്നതിന് മുമ്പേ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഇവിടെ എല്ലാ ഓപ്ഷനും ഉണ്ട്. സ്വിമ്മിങ്, ബാർബക്യൂ, ഓവർനൈറ്റ് ക്യാമ്പിംഗ്, ഫിഷിംഗ് എല്ലാം കാണുന്നുണ്ട്. ബട്ട് ഇതൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡോ ബീച്ച് റൂളോ ഒന്നും കാണാൻ പറ്റിയില്ല. ഗാർഡ് റൂം പോലെ ഉണ്ടായിരുന്ന ഒരു പ്ലേസിൽ ഓതറൈസ്ഡ് ആയിട്ട് ആരും കാണുകയും ചെയ്തില്ല. പിന്നെ ആകെ വന്ന ഒരു ഓപ്ഷന് തൊട്ട് പുറകിലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോട് ചോദിക്കലായിരുന്നു. അവർക്കും വലിയ ഐഡിയ ഒന്നുമില്ല, ബട്ട് ക്യാമ്പ് ചെയ്ത് കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങനെ റൂൾസ് ഒന്നും എഴുതി വെക്കാത്ത സ്ഥിതിക്ക് എല്ലാം അലൗഡ് ആയിട്ട് അങ്ങനെ അനുമാനിക്കാം അല്ലേ? അതല്ല, ഇനി കറക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ജബൽ ജേസ് ട്രിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഈ സ്പോട്ട് ഏതാണെന്നല്ലേ? ഇത് ഷാം ബീച്ചാണ്. എമിറേറ്റ്സ് റോഡിൽ നിന്ന് ജബൽ ജേസ് എക്സിറ്റ് എടുക്കുന്നതിന് പകരം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോയാൽ അതുവരെ വരുമ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടോണ്ടിരുന്ന മലകളൊക്കെ പുറകിലാക്കിയിട്ട് നമ്മൾ ഈ അടിപൊളി ബീച്ചിലെത്തും. കൂടാതെ ഈ സെയിം ട്രിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലും സ്പോട്ട് കൂടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം.